നടൻ നിവിൻ പോളിയെ വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കോടതിയിൽ വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകിയതിന് കേസെടുത്തു. വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കലെന്ന് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തി. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എങ്ങനെയാണ് ഷംനാസിനെതിരെ കുറ്റം ചുമത്തുന്നതിലേക്ക്, ജാമ്യമില്ലാ കുറ്റം ചുമത്തുന്നതിലേക്ക് എത്തിയത്? ദിവ്യ, ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള കോടതി നടപടികളിലേക്ക് എത്തിയത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ഇപ്പോൾ വൈക്കം കോടതി കേസെടുത്തിരിക്കുന്നത്. BNS നിയമത്തിലെ 229, 236, 237 വകുപ്പുകൾ ഉൾപ്പെടുത്തി കോടതിയിൽ വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിനും വ്യാജ തെളിവുകൾ നൽകിയതിനും കോടതിയെ കബളിപ്പിക്കലാണെന്ന് കോടതി നിരീക്ഷിച്ചു. നീതിക്കായി പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമാണെന്നും ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിന്റെ പകർപ്പവകാശം തനിക്കാണെന്ന് ഷംനാസ് പരാതി നൽകിയിരുന്നു. ഇത് താൻ അറിയാതെ സംവിധായകൻ എബ്രിഡ് നായിഡും നിർമ്മാതാവുമായ നിവിൻ പോളിയും ഈ റൈറ്റ്സ് വിറ്റു എന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ പരാതിക്കൊപ്പം സമർപ്പിച്ച രേഖകളും ഒപ്പും വ്യാജമാണെന്ന നിവിൻ പോളിയുടെ സ്വകാര്യ അന്യായം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി നടപടിയെടുത്തിരിക്കുന്നത്. ശരി, നിവിൻ പോളിയുടെ സ്വകാര്യ അന്യായം പരിഗണിച്ചാണ് ഇപ്പോൾ ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്.